പിയേഴ്സൺ മാഷേ, പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്തതുപോലെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാൻ പ്രധാനമന്ത്രിക്ക് ലോക്സഭയിൽ സാധിച്ചില്ല. അതുകൂടെ തീർത്താകാൻ രാജ്യസഭയിൽ ശരിക്കൊരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. എന്താണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാനുള്ള കാരണം? ഇത് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ ആദ്യം എന്ന് പറയാൻ പറ്റില്ല. മുൻപ് മൻമോഹൻ സിംഗും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. പ്രതിപക്ഷത്തിന് ശക്തിയുള്ള സമയങ്ങളിൽ ഭരണപക്ഷ പ്രധാനമന്ത്രിമാർക്ക് പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൂന്നാം ഊഴത്തിൽ അദ്ദേഹം ദുർബലപ്പെട്ടിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. പാർലമെൻറ്റിൽ പ്രസംഗിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയാതിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പരാജയമായിട്ട് വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. കാരണം 65 ബെഞ്ചിന് ആ പെരുമാറ് കാണിച്ച് ആരെയും കൂസാതെ ലോകത്തെവിടെയും സഞ്ചരിക്കുകയും ആരെയും വെല്ലുവിളിക്കുന്ന പ്രധാനമന്ത്രിക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല എന്തായാലും. അപ്പോൾ അദ്ദേഹം അവിടെ പ്രസംഗിക്കേണ്ട എന്ന് തീരുമാനമെടുത്തത് സ്പീക്കറാണ് എന്നാണ് സ്പീക്കർ സ്വയം പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പ്രതിപക്ഷം പ്രധാനമന്ത്രി ഉപദ്രവിക്കാൻ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയതുകൊണ്ട് ഞാനാണ് അദ്ദേഹത്തിനോട് അവിടെ പ്രസംഗിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി ചോദിച്ച്, നിങ്ങൾ എന്തിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിങ്ങളുടെ കോട്ടിൻ്റെ പിറയിൽ ഒളിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ദുർബലപ്പെട്ട ഒരവസ്ഥയിൽ മാത്രം സംഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥയായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. എന്തുകൊണ്ടങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ രണ്ട് വിഷയങ്ങൾ അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഒന്ന്, ഇന്ത്യയെ ചൈനയുടെ ടാങ്കുകൾ വെച്ച് നമ്മളുടെ അതിർത്തിയിലേക്ക് കയ്യേറ്റം നടത്തിയ സമയത്ത് നമ്മളുടെ നേതൃത്വത്തിന് അതിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് മുൻ കരസേന മേധാവിയുടെ പുസ്തകം പുറത്തു വരുന്നുണ്ട്. അല്ലേ, 4 സ്റ്റാർസ് എന്നല്ലേ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്ത്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ വാണിജ്യ കരാർ എന്ന് പറയുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒന്നാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് ഇന്ത്യക്കാർ കരുതുകയും അതേപോലെ തന്നെ ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കി കീഴടങ്ങി എന്ന് പ്രതീതി ഉണ്ടാക്കുകയും ചെയ്ത സംഭവമാണ്. ഈ വിഷയത്തിലാണ് കടുത്ത അറ്റാക്ക് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നേരിടേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രധാനമന്ത്രിയോട് പറഞ്ഞ ഒരു കാര്യം ഇതാണ്: ഇന്ത്യയും അതേപോലെ തന്നെ അമേരിക്കയും തമ്മിലുണ്ടാക്കിയ കരാറിനെക്കുറിച്ച് ഒരുമിച്ച് സംയുക്തമായിട്ട് സംസാരിക്കുന്നതിന് പകരം ഏകപക്ഷീയമായിട്ട് ആ കാര്യങ്ങൾ പ്രഖ്യാപനം ചെയ്ത അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് പറയേണ്ടത് അമേരിക്കൻ പ്രസിഡന്റാണോ? അല്ല, അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് പറയേണ്ടത്. അതിന് പകരം ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയാത്ത കാര്യമാണ്. 2, ഇന്ത്യ 50,000 കോടി ഡോളറിൻ്റെ വ്യാപാരം അമേരിക്കയുമായി നടത്തും എന്ന് പറഞ്ഞത് ട്രംപാണ്, അല്ലാണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെങ്ങനെ വ്യാപാരം നടത്തണം, നമ്മൾ എന്തെല്ലാം വാങ്ങണം, എന്തെല്ലാം വാങ്ങാതിരിക്കണം, എവിടെ നിന്ന് വാങ്ങണം എന്നൊക്കെ തീരുമാനിക്കുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപാണ്. ഇങ്ങനെ മോദി രാജിവെച്ച് പോയിട്ട് ട്രംപിനെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇരുത്തിയാൽ പോരെ? ഈ ചോദ്യം പ്രതിപക്ഷം ഉയർത്തുന്നതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ പ്രസംഗത്തിനെ മുതിരാൻ ശ്രമിക്കാതിരുന്നത് എന്നാണ് എനിക്ക്. ഈ 2 വിഷയങ്ങളും യഥാർത്ഥത്തിൽ അതിശക്തമായിട്ടുള്ള രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വേട്ടയാടുന്നു. ആ വേട്ടയാടിയ നിമിഷത്തിൽ ഒന്ന് പകച്ചു പോയതുകൊണ്ടാകാം ഒരുപക്ഷെ പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗം നടത്താതെ പിന്നീട് രാജ്യസഭയിൽ പോയി പ്രസംഗിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു കരാർ ഒപ്പിടുകയുണ്ടായല്ലോ, റിപ്പബ്ലിക് ദിനത്തിൽ അത് തീരുമാനമാവുകയുണ്ടായല്ലോ. അത് ഒപ്പിടിയിലല്ല, അതിന് പാർലമെൻറ്റ് അത് പാസ്സാക്കണം, അവിടുത്തെ പാർലമെൻറ്റ്, യൂറോപ്യൻ പാർലമെൻറ്റ്. അത് ഇങ്ങനെ തന്നെയായിരുന്നല്ലോ. ഉർസുല വോൺ ഡെർ ലെയൻ എന്ന് പറയുന്ന യൂറോപ്യൻ കമ്മീഷൻ്റെ പ്രസിഡന്റ് ഇത് അനൗൺസ് ചെയ്യുന്ന അവരുടെ രാജ്യത്തിരുന്നു കൊണ്ട്, യൂറോപ്യൻ യൂണിയൻ്റെ തലസ്ഥാനത്തിരുന്നു കൊണ്ടാണ് അവർ അതുപോലെ ട്രംപ് പറഞ്ഞുള്ളൂ. അല്ല, അത്രയും നടന്നപ്പോഴത്തേക്ക് കഴിയണം. അതുപോലെയാണ് ഈ കരാറും ആയിട്ടില്ല. അല്ല, ഇവിടെയുള്ള വിഷയം അതല്ല. നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും,
എന്ന് നാം അവിടെ ഇരുന്ന് അവർ പറയുന്നത് ശരിയാണ്. ഇങ്ങനെ തന്നെയാണ് ഉർസുല വോൺ ഡെർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലും ശരിയല്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. അത് ശരിയല്ല. പക്ഷേ ഇപ്പൊ അതായത് അങ്ങനെ നമ്മൾ എന്തിനു നിന്നു കൊടുക്കണം? തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അതെ, രണ്ട് രാജ്യങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാം. നിങ്ങൾ അങ്ങനെ പ്രഖ്യാപിക്കേണ്ട. അതാണ് ശരി. ഓക്കെ, അതാണ് ഏകപക്ഷീയമായിട്ട് അവർ ഈ കാര്യങ്ങൾ പറഞ്ഞ് അംഗീകരിക്കാനായിട്ട് പറ്റില്ല. ശരിയല്ല, അതാണ് പ്രശ്നം. പിന്നെ മാത്രമല്ല മറ്റൊരു വിഷയമുണ്ടല്ലോ, എന്തുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ട്രംപിനെ കീഴടങ്ങാനായിട്ട് മോദി തയ്യാറായി എന്ന് പറയുന്ന ഒരു ചോദ്യം എനിക്കിവിടെ ഒരു സംശയം വരുന്നത്, മോദിക്ക് ട്രംപ് കീഴടങ്ങുകയായിരുന്നോ അതോ ട്രംപ് മോദിക്ക് കീഴടങ്ങുകയായിരുന്നു ഇതിലെ? അല്ല, അത് സംശയമാസ്പദമാണ്. നമ്മൾ അറിഞ്ഞിട്ടില്ല, അതിന്റെ കണ്ടീഷൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല. മോദിയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പറയും ട്രംപ് കീഴടങ്ങി മോദിയുടെ കാല് നക്കി എന്ന് പറയും. ട്രംപിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ പറയും മോദി ട്രംപിന്റെ കാല് നക്കി എന്ന്. ഇത് പുതിയ രാഷ്ട്രീയ കളി മാത്രമാണ്. ഇതൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ കമേഴ്സ്യൽ മിനിസ്റ്ററിൻ്റെ ഭാഗത്തും പീയൂഷ് ഗോയലിൻ്റെ ഭാഗത്തു നിന്നാണ്. കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നുമായിട്ടില്ല, 45 ദിവസത്തിനകം ഇന്ത്യയിലേക്ക് അമേരിക്കൻ പ്രതിനിധി വരും. മാർക്കോ റൂബിനാണെന്ന് തോന്നുന്നു, വരും. അദ്ദേഹമായിരിക്കും കരാർ ഒപ്പിടുന്നത്. ഈ കണ്ടീഷൻസ് അനുസരിച്ച് അദ്ദേഹം വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു, ക്ഷീരോൽപ്പന്നങ്ങൾ, കാർഷിക മേഖല ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മോഡിഫൈഡ് ജീൻ ഉണ്ടല്ലോ, ജീൻ മോഡിഫൈഡ് ആയിട്ടുള്ള ആ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് കുഴപ്പമാവും. അതുകൊണ്ട് പ്രധാനമന്ത്രി ഉറച്ചു നിന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ ആ കരാർ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മോഡിക്ക് ട്രംപ് കീഴടങ്ങി എന്നാണ് വരുന്നത്. അതുതന്നെയാണ് രാജ്യസഭയിലെ പ്രസംഗത്തിലും ട്രംപ് പറഞ്ഞത്. ട്രംപ് അല്ല, നമ്മുടെ മോദി പറഞ്ഞത്. അതായത് ഇപ്പോൾ വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളുമായിട്ട് കരാർ ഒപ്പിടാൻ ഇങ്ങോട്ട് വരുന്നു. യൂറോപ്യൻ യൂണിയൻ്റെ കാര്യത്തിലും US-ൻ്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും കണ്ടീഷൻസ് നമ്മൾ കണ്ടിട്ടില്ല. വരുവാണെങ്കിൽ നമുക്ക് അവിടെ വിമർശിക്കാമെന്നുള്ളതാണ്. നമ്മളുടെ പ്രശ്നം അതല്ല. നമ്മളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ രാജ്യം ഇന്നത് ചെയ്യും എന്ന് മറ്റൊരു രാജ്യം സംസാരിക്കാൻ പാടുണ്ടോ? റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങില്ല എന്ന് പറയുന്നത് ട്രംപ് ആയിരിക്കണം, ആണോ? അതെ, അല്ല, അതാണ് പ്രശ്നം. അങ്ങനെ അയാൾ വിടുവായനായിരിക്കാം, പക്ഷെ നമുക്ക് അയാളുടെ വിടുവായത്വം അംഗീകരിക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ. അപ്പോൾ പ്രതിപക്ഷം അതേപോലെ തന്നെ മോദി വിരുദ്ധപക്ഷം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2 വിഷയങ്ങൾ കൊണ്ട് അമേരിക്ക മോദിയെ മുട്ടുകുത്തിക്കാനായിട്ട് ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഒന്നെന്താണെന്ന് വെച്ചാൽ ഇതിനിടയിൽ വളരെ വിഖ്യാതമായിട്ടുള്ള അല്ലെങ്കിൽ കുപ്രസിദ്ധമായിട്ടുള്ള ജെഫ്രീൻ എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട് മോദിയുടെ പേര് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ജെഫ്രീൻ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു ലൈംഗിക കുറ്റവാളിയാണ്. അയാളുമായി ബന്ധപ്പെട്ട ഫയലിനകത്ത് മോദിയുടെ പേര് വന്നു, ട്രംപിൻ്റെ പേര് അതിനകത്തുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇവരൊക്കെ ഈ ലൈംഗിക കുറ്റവാളികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണ്? അദാനിക്കെതിരെ ശക്തമായ കടുത്ത നടപടികൾ എടുക്കാനായിട്ട് അമേരിക്കയിലെ കോടതി തീരുമാനിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ നിങ്ങൾക്ക് അദാനിയെ രക്ഷിക്കേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് പറയുന്ന രാഷ്ട്രീയ സമ്മർദ്ദം മോദിയുടെ മുകളിലുണ്ട് എന്നാണ് പറയുന്നത്. ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കണ്ടേ? മാത്രമല്ല, ഈ $50,000 കോടി ഒരു വാണിജ്യ കരാർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കാർഷിക മേഖലയും അതേപോലെ തന്നെ ക്ഷീരോത്പാദക മേഖലയുമാണ്. നമ്മുടെ പാലുൽപാദന ഉൽപ്പന്നങ്ങൾ, ആ പാലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിൽക്കുന്നതായിട്ടുള്ള മേഖലകളിലേക്ക് അമേരിക്കയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വന്നിറങ്ങിയാൽ അതെങ്ങനെ വരുമെന്നാണ് ട്രംപ് പറഞ്ഞ് 0 നികുതി, ഒരു നികുതിയുമില്ലാതെയാണ് അത് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ഇമ്പോർട്ട് ചെയ്താൽ മാർക്കറ്റിൽ, വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളും അമേരിക്കൻ ഉൽപ്പന്നങ്ങളും തമ്മിൽ മത്സരത്തിൽ പങ്കാളിയായി കഴിയുമ്പോൾ ആര് വിജയിക്കും? വില കുറഞ്ഞ പ്രൊഡക്റ്റ് വിജയിക്കും. 0 നികുതിയുമായിട്ട് വരുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ആളുകൾ വാങ്ങേണ്ട സ്ഥിതി വരും. ആർക്കാണ് അതിന് പരിക്കേൽക്കാൻ? പീയൂഷ് ഗോയൽ അതിന് ക്ലാരിഫിക്കേഷൻ. അതെ, അത് ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ബഹളം ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണല്ലോ, അല്ലേ? അതൊരു വിഷയം. അതിന്റെ ഹെഡ്ലൈൻ വന്നിരുന്നു. എന്തായാലും അതിലൊരു സംശയം നിലനിൽക്കട്ടെ. നമുക്കതിന് ക്ലാരിഫിക്കേഷൻ കിട്ടാത്തടത്തോളം സംശയം നിലനിൽക്കണം. അത് വേണം, ജനാധിപത്യ സംസ്കാരത്തിൽ അത് വേണം. ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് പീയൂഷ് ഗോയൽ വ്യക്തമായിട്ട് പറഞ്ഞു, ക്ഷീരമേഖല അതുപോലെ ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് ഇത് രണ്ടും ഇന്ത്യയിലേക്ക് വരാനേ പോകുന്നില്ല എന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്ന ആളാണ് അദ്ദേഹം. പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അവകാശ ലംഘനമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം. പിന്നെ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് മുഴുവൻ പുറത്തു വിട്ടിട്ടുണ്ട്. കംപ്ലീറ്റ് അവസാനത്തെ എഡിഷനും പുറത്തു വിട്ടു. മുഴുവൻ ഞാൻ പറഞ്ഞു നോക്കി. ഈ മോദിയുടെ ഒരു പേരേ അതിലില്ല. ഇവിടെ ഉള്ള ആൾക്കാർ പറയുന്നത് ട്രംപിനെ രക്ഷിക്കാൻ വേണ്ടി മോദി
ഇസ്രായേലിലേക്ക് പോയി അവിടെ ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് സംസാരിച്ചു എന്നുള്ള ഒരു കാര്യമാണ്. അല്ല അദ്ദേഹം പ്രത്യക്ഷമായിട്ട് ഇതിൽ പങ്കെടുത്തു എന്ന് അങ്ങനൊരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് അപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിഷേധിക്കുകയും ചെയ്തൊരു കാര്യം മാത്രമാണ് ഈ പേര്. പക്ഷേ മീര നായർ എന്ന് പറയുന്ന ഇന്ത്യൻ സംവിധായിക, അവരുടെ മകനാണല്ലോ ഇപ്പോൾ ന്യൂയോർക്ക് മേയറായിട്ടിരിക്കുന്നത്, അവരുടെ പേര് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. മോദിയുടെ പേര് ഞാൻ അത് മുഴുവൻ ഞാൻ നോക്കിയാണ്, എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണോന്ന് അറിയാം വയ്യ, അതിലെങ്ങും ഈ പേരില്ല. അതുപോലെ തന്നെ ട്രംപ് ഇതിനകത്ത് പങ്കാളിയാണ്. ട്രംപ് പങ്കാളിയായിട്ടും അവിടുത്തെ പാർലമെൻറ്റിൽ അദ്ദേഹം കള്ളം പറഞ്ഞു. പാർലമെൻറ്റിൽ കള്ളം പറഞ്ഞാൽ അവിടുത്തെ സെനറ്റിലോ കോൺഗ്രസ്സിലോ കള്ളം പറഞ്ഞാൽ ഗുരുതരമായ കുറ്റമാണ്. അങ്ങനെയാണ് നിക്സണൊക്കെ പോയതെന്ന് അറിയാമല്ലോ. ട്രംപ് സുരക്ഷിതനായിട്ട് തന്നെ അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് വലിയൊരു അത്ഭുതമാണ്. ട്രംപിൻ്റെ പേര് കൃത്യമായിട്ടുണ്ട്, ഹീസ് ഇൻവോൾവ്ഡ്. ഇതിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, ഒരു പോക്സോ കേസിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ട് എന്നാണ് പറയുന്നത്. മിക്കവാറും ട്രംപ് അധികം കാലമൊന്നും കാണില്ല. മിക്കവാറും ഈ 45 ദിവസത്തിനകം ചിലപ്പോൾ ട്രംപിൻ്റെ കസേര തെറിക്കാനുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.